ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. ഏഴാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മെച്ച് പോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ദേഖിയേ, നാരിയൽ ഔർ സുപാരി ഹേം ചായി കാജു നാരി ഹേം ഹരി ബരി ഹരിയാലി ഹേ അർജായേ ഖുഷ്ഹാലി ഹേ. അല്ലേ, തന്നിരിക്കുന്ന ഈ വരി നന്നായിട്ട് നമ്മൾ വായിച്ചു അല്ലേ? നമുക്കറിയാവുന്ന വരിയാണ്, കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിതയിലെ വരിയാണ്. നോക്കൂ, അഷ്ആർക്കോ ഔർസെ പഠിയെ, തന്നിരിക്കുന്ന വരികളെ ഔർസെ പഠിയെ ശ്രദ്ധയോടുകൂടി വായിക്കൂ. ഉന്മേം ഇതിൽ ചന്ദ് പൈതാവാറോക്കെ നാം ഹേ, ചില പൈതാവാറുകളുടെ ചില നാണ്യവിളകളുടെ പേരുകളുണ്ട്. ഇസ്തരയ്ക്ക് ഇത്തരത്തിലുള്ള പൈതാവാറോക്കി ഫിഹ്റസത്ത് തയ്യാർ കീജിയെ, ഇത്തരത്തിലുള്ള പൈതാവാറുകളുടെ നാണ്യവിളകളുടെ പട്ടിക തയ്യാറാക്കിയാലും. എന്നിട്ട് നമ്മോട് ചോദിക്കുകയാണ്, കിസി ഏക്ക് പൈതാവാർ പർ നോട്ട് തയ്യാർ കീജിയെ, ഏതെങ്കിലും ഒരു പൈതാവാറിനെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പൈതാവാറിനെ കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ, നോട്ട് തയ്യാറാക്കിയാലും. നമ്മൾ എഴുതുന്നു ഏതൊക്കെയാണ് പൈതാവാറുകൾ നോക്കാം. ഈ കവിതയിൽ വന്നിട്ടുള്ള പൈതാവാറുകൾ ഏതൊക്കെയാണ്, നാണ്യവിളകൾ ഏതൊക്കെയാണ്? നാരിയൽ തേങ്ങ, സുപാരി അടക്ക, ചായ് തേയില, കാജു കശുവണ്ടി. അല്ലേ, ഇത് നോക്കൂ, ചായ്, അതുപോലെ കാജു, സുപാരി, നാരിയൽ, കൂടാതെ നമ്മൾ പഠിക്കുന്ന റബ്ബഡ്. റബ്ബഡ് എന്ന് പറഞ്ഞാൽ റബ്ബർ, അതുപോലെ കാലി മിർച്ച്. കാലി മിർച്ച് എന്ന് പറഞ്ഞാൽ കുരുമുളക്, അതുപോലെ കോഫി. കാഫി എന്നാണ് നമ്മൾ എഴുതുക. കോഫി എന്താണ്? ഇതും നമ്മുടെ പൈതാവാറാണ്, കോഫി അല്ലേ. അതുപോലെ കോഫി, സുപാരി അടക്ക, കാലി മിർച്ച് കുരുമുളക്, കാജു തേയില, നാരിയൽ കോക്കനട്ട് തേങ്ങ, അതുപോലെ ചായ് തേയില, റബ്ബഡ്. റബ്ബഡ് എന്ന് പറഞ്ഞാൽ റബ്ബർ അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോട്ട്, ചായ് തേയില, റബ്ബഡ് റബ്ബർ, കാജു കശുവണ്ടി, നാരിയൽ തേങ്ങ, സുപാരി അടക്ക, കാലി മിർച്ച് കുരുമുളക്, കോഫി. ഓക്കെ, കാപ്പി നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തു. പൈതാവാറുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇഷ്ടപ്പെട്ട പൈതാവാറിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു പൈതാവാറിനെ കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാൻ നമ്മോട് ചോദിക്കും. കിസി ഏക്ക് പൈതാവാർ के बारे में നോട്ട് लिखिए, किसी एक पैदावार पर നോട്ട് തയ്യാർ कीजिए, നോട്ട് തയ്യാറാക്കിയാലും. देखिए, നാരിയൽ ഏക്ക് പൈതാവാർ ഹേ, നാരിയൽ എന്താകുന്നു? ഏക്ക് പൈതാവാർ ഹേ, ഇതൊരു നാണ്യവിളയാകുന്നു. നാരിയലേക്ക് പൈതാവാർ ഹേ. നാരിയൽ കാ പാനി ബഹുത് അച്ചാ ഹേ, നാരിയൽ കാ പാനി തേങ്ങാ വെള്ളം അഥവാ ഇളനീർ വെള്ളം എന്താണ്? ബഹുത് അച്ചാ ഹേ, വളരെ നല്ലതാകുന്നു. നാരിയൽ കാ പാനി ബഹുത് മീഠാ ഹേ, നാരിയൽ കാ പാനി തേങ്ങാ വെള്ളം ഇളനീർ വെള്ളം എന്താണ്? ബഹുത് മീഠാ ഹേ, വളരെ മധുരമുള്ളതാകുന്നു. ബഹുത് മീഠാ ഹേ, വളരെ മധുരമുള്ളതാകുന്നു. നാരിയൽ സേ, തേങ്ങ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാലൻ ബനാത്താ ഹേ, കറി ഉണ്ടാക്കുന്നു. ഓക്കെ, നാരിയൽ സേ സാലൻ ബനാത്താ ഹേ, നാരിയൽ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? കറി ഉണ്ടാക്കുന്നു. നാരിയൽ കാ പാനി തേങ്ങാ വെള്ളം, സിഹത്ത് കേലിയെ അച്ചാഹേ, നമ്മുടെ ആരോഗ്യത്തിന് എന്താകുന്നു? അച്ചാഹേ, നല്ലതാകുന്നു. നാരിയൽ കാ പാനി സിഹത്ത് കേലിയെ അച്ചാഹേ, തേങ്ങാ വെള്ളം എന്താണ്? ആരോഗ്യത്തിന് നല്ലതാകുന്നു. അതുപോലെ നമുക്ക് എഴുതാം, നാരിയൽ സേ, നാരിയൽ സേ പക്വാൻ ബനാത്താ ഹേ, പക്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? പലഹാരങ്ങൾ, ബനാത്താ ഹേം, ബനാത്തേ ഹേം നിർമ്മിക്കുന്നു. നാരിയൽ സേ പക്വാൻ ബനാത്തേ ഹേം, നാരിയൽ കൊണ്ട് എന്തുണ്ടാക്കുന്നു? പക്വാൻ ഉണ്ടാക്കുന്നു, പലഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പൈതാവാറുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഏതെങ്കിലും ഒരു പൈതാവാറിനെ കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലടാ, സെറ്റല്ലേ, റെഡി അല്ലേ? ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.